ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റാണ്. ചെറിയുള്ളി ചേർത്തിട്ടാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ചെറിയുള്ളി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 25 ചെറിയുള്ളി ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ബാക്കി വന്ന എണ്ണയിലാണ് നമ്മൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി ഒരു ചെമ്മീൻ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 1/4 ഭാഗം ഫ്രൈ ആയി വന്നാൽ മതി, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ മുഴുവൻ ചെമ്മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാക്കി വന്ന എണ്ണയിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ ചേർത്തതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിന് പകരം നിങ്ങൾക്ക് സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഈ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളി നല്ലവണ്ണം ഡ്രൈ ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിൽ ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തീ കുറച്ച് വെച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ വറ്റി വരും. തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി ഈ ഒരു കറി ഒരു റെഡ് കളറായി വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം വറ്റി നമ്മുടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് റെഡ് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചെറിയുള്ളി ചേർത്ത ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.